90 ഡിഗ്രിയോളം ചെരിവുള്ള പാറകളിലൂടെ നടക്കുകയും ചാടുകയുമൊക്കെ ചെയ്യുന്ന ഈ ജീവികളെ പെട്ടെന്ന് കാണുമ്പോൾ VFX ആയോ എഡിറ്റായോ ഒക്കെ നമുക്ക് തോന്നാമെങ്കിലും ഇവ പ്രകൃതിയിലെ വിചിത്രമായ ജീവിവർഗങ്ങളാണ്. ഒരടി തെറ്റിയാൽ 10,000 അടി താഴ്ചയിലേക്ക് വരെ വീണേക്കാവുന്ന ഈ ജീവികൾ ഏതാണെന്നും എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് ഇവ ഇങ്ങനെ കുന്നുകൾ കയറുന്നതെന്നും എങ്ങനെയാണിവയ്ക്ക് ഇത്ര സ്ലോപ്പിലും ഒരു കൂസലുമില്ലാതെ നിൽക്കാൻ കഴിയുന്നതെന്നുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആൽപൈൻ ഐബെക്സ് എന്ന ആൽപ്സിൻ്റെ മലനിരകളിൽ വസിക്കുന്ന കാട്ടാടിൻ്റെ ഒരു സ്പീഷീസാണിവ. ചുമ്മാ രസത്തിനല്ല കുത്തനെയുള്ള പർവ്വതങ്ങളിൽ ഇവ കയറുന്നത്, മറിച്ച് അവർ ഉപ്പിന് വേണ്ടിയാണ് ഇത്ര റിസ്ക് എടുക്കുന്നത്. അതെ, ഈ ഭിത്തികളുടെ ഉപരിതലത്തിലുള്ള മിനറൽ സാൾട്ടുകൾ നക്കാൻ വേണ്ടിയാണിത്. ഈ പാറകളിൽ കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ആവശ്യധാതുക്കളുണ്ട്. ഇത് അവരുടെ എല്ലുകളെയും കൊമ്പുകളെയും ബലമുള്ളതാക്കുന്നു. എന്നാൽ പോഷകാഹാരം മാത്രമല്ല, ഇത്രയും ഉയരത്തിൽ കയറുന്നത് ഒരു പ്രതിരോധ തന്ത്രം കൂടിയാണ്. കാരണം ഇവിടെ ഇരപിടിയന്മാർ താരതമ്യേന കുറവാണ്. ഇനി ചോദ്യം ഇതാണ്, ഈ ആടുകൾക്ക് വല്ല മാന്ത്രിക ശക്തിയുമുണ്ടോ? കാരണം എങ്ങനെയാണിവ ഇത്രയും കുത്തനെയുള്ള ഭിത്തികളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ നിൽക്കുന്നത്? ഇതിൻ്റെ രഹസ്യം അവരുടെ കുളമ്പുകളുടെ ഘടനയിലാണ്. ഇവയുടെ കുളമ്പുകൾക്ക് താഴെ റബ്ബർ പോലുള്ള മൃദുവായ പാഡുകളുണ്ട്. ഇതാണ് ഇവയ്ക്ക് നല്ല ഗ്രിപ്പ് നൽകുന്നത്. ഇതിൻ്റെ പുറം ഭാഗം കടുപ്പമേറിയതും മൂർച്ചയുള്ളതുമാണ്. ഇത് പാറകളിലെ ചെറിയ വിടവുകളിൽ പോലും കൊളുത്തിപ്പിടിച്ച് നിൽക്കാൻ ഇവരെ സഹായിക്കുന്നു. ഇവ സാധാരണയായി സമുദ്രനിരപ്പിൽ നിന്ന് 15,000 അടി, അതായത് 4600ഓളം മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടാറുണ്ട്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികളിൽ പോലും ഇവയെ കാണാൻ സാധിക്കും. അതായത് 15ഓളം ഈഫിൽ ടവർ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചാലുണ്ടാകുന്ന ഉയരം വരെയോ, അല്ലെങ്കിൽ 5ലധികം ബുർജ് ഖലീഫ അടുക്കി വെച്ചാലുണ്ടാകുന്ന ഉയരത്തോളം ഇവ നടന്നു കയറുമെന്ന് സാരം. എങ്കിലും ഈ മലകയറ്റം അവർക്ക് തോന്നുന്നത് പോലെ അത്ര എളുപ്പമല്ല. കാരണം ശത്രുക്കൾ കുറവാണെങ്കിലും ഗോൾഡൻ ഈഗിളുകൾ ഇവയുടെ കുട്ടികളെ പിടിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെന്നായകളും ലിങ്സുകളും വരെ ഇവരുടെ ശത്രുക്കളാണ്. ഈ ഐബെക്സുകൾ കൂട്ടമായി ജീവിക്കുന്ന മൃഗങ്ങളാണ്. അതുകൊണ്ടാണ് ഇരപിടിയന്മാർക്ക് ഇവരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയാത്തത്. ഇവ അപകടം മണത്താൽ ഉടൻ തന്നെ ഗ്രൂപ്പ് മൊത്തം ജാഗ്രതയിലാകും. എങ്കിലും ഈ വർഗത്തിലെ ആണും പെണ്ണും വെവ്വേറെ രീതിയിലാണ് ജീവിക്കുന്നത്. അതായത് പെണ്ണാടുകൾ എപ്പോഴും മലയിടുക്കുകളിലായിരിക്കും. എന്നാൽ ആൺ ഐബെക്സുകൾ വസന്തകാലത്ത് താഴെ സമതലങ്ങളിൽ പുല്ല് തിന്നാൻ വരും. തുടർന്ന് വേനൽക്കാലമാകുമ്പോൾ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് ഡൈനിങ്ങിനായി അവർ വലിയ മലകളിലേക്ക് പോകുന്നു. പ്രജനനകാലത്ത് ആൺ ഐബെക്സുകൾ തങ്ങളുടെ വംശം നിലനിർത്താൻ വേണ്ടി പെൺ ഐബെക്സുകൾക്കായി പോരാടാറുണ്ട്. മധ്യകാലഘട്ടത്തിൽ ഇവയുടെ കൊമ്പുകൾ അത്ഭുതമരുന്നായി വിശ്വസിക്കപ്പെട്ടിരുന്നു. ആണൈബെക്സിൻ്റെ വലിയ കൊമ്പുകൾ ജീവിതകാലം മുഴുവൻ വളരാറുണ്ട്. ഒരു ആണൈബെക്സിൻ്റെ കൊമ്പുകൾ ആദ്യകാലങ്ങളിൽ ഓരോ വർഷവും ഏകദേശം 8 സെൻറ്റിമീറ്റർ വരെ വളരും. പിന്നീട് അതിൻ്റെ വേഗത കുറയും. ഒരു ആൽപൈൻ ഐബെക്സ് ഏകദേശം 16 മുതൽ 20 വർഷം വരെ കാട്ടിൽ ജീവിക്കും. ആയുസിൻ്റെ കാര്യത്തിൽ പെണ്ണാടുകളാണ് മുൻപിൽ. ചെറിയ ദൂരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാനും ഇവർക്ക് കഴിയും. ആൽപൈൻ ഐബെക്സുകളുടെ പ്രധാന ശത്രുക്കളാണ് ഗോൾഡൻ ഈഗിളുകൾ എന്ന് മുൻപ് സൂചിപ്പിച്ചല്ലോ. സാധാരണയായി ഐബെക്സുകളുടെ കുട്ടികളെയാണ് ഇവ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഐബെക്സിന് 100 കിലോയോളം ഭാരമുണ്ടാകുമെന്നതിനാൽ പരുന്തുകൾക്ക് ഇവയെ നേരിട്ട് വായുവിൽ ഉയർത്തുക അസാധ്യമാണ്. അതിനാൽ തന്നെ പർവ്വതങ്ങളുടെ ചെങ്കുത്തായ ചെരുവുകളിൽ നിൽക്കുന്ന ഐബെക്സ് കുട്ടികളെ വന്ന് ആക്രമിക്കുകയും അവയെ കൊക്കുകൾ കൊണ്ടോ നഖങ്ങൾ കൊണ്ടോ തട്ടി മലയിടുക്കിൽ നിന്നും താഴേക്ക് വീഴ്ത്തുകയും ചെയ്യുന്നു. 100 കണക്കിനടി ഉയരത്തിൽ നിന്നുള്ള ഈ വീഴ്ചയിൽ ഇര മരിക്കുകയും തുടർന്ന് പരുന്ത് താഴെ വന്ന് അത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഗോൾഡൻ ഈഗിളുകളുടെ ശാരീരിക പ്രത്യേകതകൾ ഈ വേട്ടയാടലിന് അവയെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഏകദേശം 2.3 മീറ്റർ വരെ വീതിയുള്ള ചിറകുകളും കഠിനമായ മാംസപേശികളെ തുളച്ചു കയറാൻ ശേഷിയുള്ള കരുത്തുറ്റ നഖങ്ങളും ഇവയ്ക്കുണ്ട്. മണിക്കൂറിൽ 240 മുതൽ 320 കിലോമീറ്റർ വരെ വേഗതയിൽ താഴേക്ക് കുതിക്കാൻ ഇവയ്ക്ക് സാധിക്കും. പ്രത്യേകിച്ച് വസന്തകാലത്ത് ഐബെക്സുകൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന സമയത്താണ് ഗോൾഡൻ ഈഗിളുകളുടെ ആക്രമണം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതിനാൽ തന്നെ പരുന്തുകൾക്ക് എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയാത്ത വിധം പാറക്കെട്ടുകൾക്കിടയിലുള്ള ഇടുങ്ങിയ ഇടങ്ങളിലാണ് അമ്മ ഐബെക്സുകൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. കൂടാതെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന നഴ്സറി ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയും മുതിർന്ന ഐബെക്സുകൾ കാവൽ നിൽക്കുകയും ചെയ്യുന്നു. പരുന്ത് ആകാശത്ത് വട്ടമിടുന്നത് കണ്ടാലുടൻ
മുതിർന്നവ കുഞ്ഞുങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും സുരക്ഷിതമായ പാറയിടുക്കുകളിലേക്ക് അവയെ മാറ്റുകയും ചെയ്യും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ആൽപൈൻ ഐബക്സിനെ പോലെ മറ്റൊരു ജീവിയും ഭൂമിയിലില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഐബക്സുകളെ പോലെ ജീവിക്കുന്ന മറ്റൊരു ജീവിയാണ് വടക്കേ അമേരിക്കയിലെ ദുർഘടമായ മലകളിൽ ജീവിക്കുന്ന മൗണ്ടൈൻ ഗോട്ടുകൾ. കുത്തനെയുള്ള പാറകളിലൂടെ ഓടുക, ഉയരങ്ങളിൽ നിന്ന് ചാടുക തുടങ്ങിയ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റികൾക്ക് മൗണ്ടൈൻ ഗോട്ട് മിടുക്കനാണ്. ഇവ ബോവിഡേ കുടുംബത്തിലെ ആന്റിലോപ്പ് ഗോട്ട് എന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവയാണ്. ഇവയുടെ പേശീഘടന സമാന വലിപ്പമുള്ള മറ്റു മൃഗങ്ങളെക്കാൾ വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഇവയുടെ മുൻകാലുകളിലെ കരുത്തുറ്റ പേശികൾ കുത്തനെയുള്ള പാറകളിൽ ശരീരത്തെ മുകളിലേക്ക് വലിച്ചു കയറ്റാൻ സഹായിക്കുന്നു. പാറകളിൽ അള്ളിപ്പിടിക്കാൻ ഇവയുടെ കുളമ്പുകൾക്കുള്ളിലെ റബ്ബർ പോലുള്ള മൃദുവായ ഭാഗം ഒരു പ്രത്യേക ഘർഷണം നൽകുന്നു. ഇത് നനഞ്ഞ പാറകളിൽ പോലും വഴുതി പോകാതിരിക്കാൻ ഇവയെ സഹായിക്കുന്നുണ്ട്. മൗണ്ടൈൻ ഗോട്ടുകളുടെ കൂട്ടത്തിൽ ആധിപത്യം പുലർത്തുന്നത് പെണ്ണാടുകളാണ്. ശീതകാലത്ത് ഭക്ഷണത്തിനായി മികച്ച ഇടങ്ങൾ തിരഞ്ഞെടുക്കുന്നതും കൂട്ടത്തെ നയിക്കുന്നതും പ്രായമായ പെണ്ണാടുകളായിരിക്കും. ആണാടുകൾ അഥവാ ബില്ലീസ് പലപ്പോഴും ഒറ്റപ്പെട്ടോ ചെറിയ ഗ്രൂപ്പുകളായോ ആണ് കഴിയാറുള്ളത്. അതുപോലെ ഇവയുടെ കൊമ്പുകൾ ഐബക്സുകളെ പോലെ പുറകിലേക്ക് വളഞ്ഞതാണെങ്കിലും അവയുടെ ഉള്ളിലെ റിങ്ങുകൾ അഥവാ ഗ്രോത്ത് റിങ്ങുകൾ നോക്കി ഒരു മൗണ്ടൈൻ ഗോട്ടിൻ്റെ കൃത്യമായ പ്രായം കണക്കാക്കാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കും. കൂടാതെ ഇവയ്ക്ക് എല്ലാ കാലാവസ്ഥയെയും അതിജീവിക്കാനും കഴിയും. അവരുടെ ശരീരത്തിൽ 2 പാളികളുള്ള കമ്പിളി രോമങ്ങളുണ്ട്. അകത്തെ പാളി ശരീരം ചൂടാക്കി നിർത്തുന്നു, പുറത്തെ പാളി കാറ്റിൽ നിന്നും മഞ്ഞിൽ നിന്നും സംരക്ഷിക്കുന്നു. വേനൽക്കാലത്ത് അവർ ഈ രോമങ്ങൾ പൊഴിച്ചു കളയാറുമുണ്ട്. പക്ഷേ ഇവരുടെ ജീവിതം അത്ര എളുപ്പമല്ല. ഓരോ നിമിഷവും ഇരപിടിയന്മാരെ അവർ ഭയക്കണം. ഗോൾഡൻ ഈഗിളും കൂഗറുകളും അവരുടെ വലിയ ശത്രുക്കളാണ്. എങ്കിലും കൂട്ടമായി ജീവിക്കാനുള്ള പ്രവണതയും മല കയറാനുള്ള കഴിവും അവരെ അതിജീവിക്കാൻ സഹായിക്കുന്നു. മഞ്ഞിനടിയിൽ നിന്ന് പോലും പുല്ലും ചെടികളും കണ്ടെത്തുകയും ധാതുക്കൾക്കായി പാറകൾ നക്കുകയും ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. 10,000 അടിയിലധികം ഉയരത്തിൽ കയറാനും കുത്തനെയുള്ള മലകളിൽ ചടുലമായി നീങ്ങാനും അവർക്ക് കഴിയും. 2026 കണക്കുകൾ പ്രകാരം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരകളിൽ വസിക്കുന്ന മൗണ്ടൈൻ ഗോട്ടുകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 13,000 അടി, അതായത് 4,000 മീറ്റർ വരെ ഉയരത്തിൽ കയറാറുണ്ട്. അതായത് ബുർജ് ഖലീഫയുടെ ഏകദേശം 5 മടങ്ങ് ഉയരത്തിൽ. കൂടാതെ അപകടം വരുമ്പോൾ പല അടി ഉയരത്തിലേക്ക് ചാടാനും ഇവർക്ക് സാധിക്കും. മനുഷ്യർക്കിടയിൽ ഏറ്റവും അപകടകരമായ ഫ്രീ സോളോ ക്ലൈംബിംഗ് റെക്കോർഡ് അലക്സ് ഹോണോൾഡിനാണ്. അദ്ദേഹം 3000 അടി ഉയരമുള്ള എൽ ക്യാപിറ്റൽ പർവ്വതമാണ് കയറിയത്. അലക്സ് ഹോണോൾഡിന് എൽ ക്യാപിറ്റൽ ഫ്രീ സോളോ ചെയ്യാൻ ഏകദേശം 3 മണിക്കൂർ 56 മിനിറ്റ് എടുത്തിരുന്നു. എന്നാൽ ഇതേ ഉയരം ഏകദേശം 40 മിനിറ്റിനുള്ളിൽ ഓടിക്കയറാൻ ഒരു മൗണ്ടൈൻ ഗോട്ടിന് സാധിക്കും. 12 മുതൽ 18 വർഷം വരെയാണ് ഇവരുടെ ആയുസ്. ഇവരുടെ കൊമ്പുകളും ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കും. തണുപ്പ് കാലത്ത് പ്രധാനപ്പെട്ട 2 ആൺ മൗണ്ടൈൻ ഗോട്ടുകൾ തമ്മിലുള്ള പോരാട്ടം ഇവർക്കിടയിലെ ശക്തനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പോരാട്ടമാണ്. അതായത് അവർ പരസ്പരം ഫൈറ്റ് ചെയ്യും. കൂട്ടത്തിൽ ഏറ്റവും കരുത്തുള്ളവർക്ക് ഉയർന്ന സ്ഥാനം ലഭിക്കുകയും പെണ്ണാടുകളുമായി പ്രജനനം നടത്താൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവ ഐബക്സുകളെപ്പോലെയോ ചെമ്മരിയാടുകളെപ്പോലെയോ തലകൾ തമ്മിൽ ശക്തിയായി മുട്ടാറില്ല. പകരം വശങ്ങളിൽ നിന്ന് പരസ്പരം കൊമ്പുകൾ കൊണ്ട് കുത്താനാണ് ശ്രമിക്കുക. ഇവരുടെ കൊമ്പുകൾ കൂർത്തതും കനം കുറഞ്ഞതുമായതിനാൽ തന്നെ തലകൾ തമ്മിൽ ഇടിക്കുന്നത് തലയോട്ടി തകരാൻ കാരണമാകും. നാഷണൽ ജിയോഗ്രഫിക് റിപ്പോർട്ടുകൾ പ്രകാരം ശരീരത്തിൻ്റെ പിൻഭാഗത്തോ വശങ്ങളിലോ ആണ് ഇവർ കുത്താറുള്ളത്. ഏതായാലും ഇത്തരത്തിൽ ഒരുപാട് വിചിത്രവും അത്ഭുതകരവുമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള ജീവികൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. ഇവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.